what are the different types of robot programming languages? Basically, we can classify again it into three different generations. The first generation, second generation, ഫ്യൂച്ചർ ജനറേഷൻ. അപ്പോൾ ഇപ്പം നമ്മൾ ഈ കണ്ടൻറ് എടുത്തിരിക്കുന്ന ഒരു പഴയ ബുക്കിൽ നിന്നാണ്. അത് കാരണം നമ്മളിപ്പോൾ ആക്ച്വലി ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഫ്യൂച്ചർ ജനറേഷനിലാണ് ഇപ്പം നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്നത് നമ്മുടെ ഇൻഡസ്ട്രിയിൽ. ഫസ്റ്റ് ജനറേഷൻ സെക്കൻഡ് ജനറേഷനിൽ വർക്ക് ചെയ്യുന്ന റോബോട്ട്സ് ഉണ്ട്. ബട്ട് ഈ ബുക്ക് എഴുതിയ സമയത്ത് ഈ പറയുന്ന പോലെ സെക്കൻഡ് ജനറേഷനാണ് മോസ്റ്റ്ലി അത് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ റൈറ്റ് നൗ വി ആർ ആക്ച്വലി ഇൻ ഫ്യൂച്ചർ ജനറേഷൻ. But anyway, based on your syllabus, I will try to explain what is the first, second and the future generation. First generation എന്താണ്? It is basically simple command statements on the teach pendant programming ആണ് അതിനകത്തുള്ളത്. ഇതിനെ വിളിച്ചിരുന്ന വേറൊരു പേരാണ് മോഷൻ ലെവൽ ലാംഗ്വേജസ്. അത് ബേസിക്കലി ടീച്ച് പെൻഡൻറ്റ് യൂസ് ചെയ്തിട്ട് ബേസിക് കമാൻഡ്സ് യൂസ് ചെയ്തിട്ട് ആ കമ്പ്യൂട്ടറിനെ മൂവ് ചെയ്യിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് ജനറേഷൻ ലാംഗ്വേജസിൻ്റെ മേജർ ഒബ്ജക്റ്റീവ്. Okay, അപ്പോൾ എന്തൊക്കെയായിരുന്നു എബിലിറ്റി? ഇറ്റ് ഈസ് ഏബിൾ ടു ഡിഫൈൻ മോഷൻസ്, ദാറ്റ് മീൻസ് ദ മൂവ്മെൻറ്റ് ഓഫ് ദ എൻഡ് എഫക്ടർ, ഹാൻഡ്ലിംഗ് ഓഫ് സം ബേസിക് എലമെൻ്ററി സെൻസർ ഡാറ്റ ലൈക്ക് ഓൺ ഓഫ് സിഗ്നലിംഗ്. ഓക്കെ, ബേസിക് ആയിട്ടുള്ള സെൻസർ ഡാറ്റ മാത്രം. ദെൻ ബ്രാഞ്ച് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ഇൻട്രപ്റ്റ് വെച്ചിട്ട്. ദെൻ ഇൻപുട്ട് ഔട്ട്പുട്ട് ഇൻ്റർഫേസിങ്ങിന് വേണ്ടിയിട്ട് പറ്റുമായിരുന്നു. പിന്നെ എൻഡ് എഫക്ടർ ഇപ്പം ഗ്രിപ്പറാണ് എങ്കിൽ അതിനെ ഓപ്പൺ ചെയ്യുക, ക്ലോസ് ചെയ്യുക, അല്ലെങ്കിൽ ഇപ്പോൾ സ്പ്രേ പെയിൻ്റ് ആണെങ്കിൽ അതിൻ്റെ നോസിൽ ഓപ്പൺ ചെയ്യുക, ക്ലോസ് ചെയ്യുക. അങ്ങനത്തെ ബേസിക് ആയിട്ടുള്ള കമാൻഡ് സ്റ്റേറ്റ്മെൻറ്റ്സും ടീച്ച് പെൻഡൻറ്റ് പ്രോഗ്രാമിങ്ങും ആയിരുന്നു ഫസ്റ്റ് ജനറേഷനകത്ത് ഉണ്ടായിരുന്നത്. ഇതിൻ്റെ എക്സാമ്പിൾസ് ആണ് വാൽ. ഓക്കെ, സിമ്പിൾ സിൻടാക്സ് ആണ്, അതനുസരിച്ചിട്ട് പ്രോഗ്രാം നമുക്ക് മനസ്സിലാവാനും ഈസിയാണ്. Now, what are the limitations of that? First thing is that, if you are looking for a very intelligent robot which has to do a lot of arithmetic computation, then this kind of first generation languages won't suit. അതിന് ശരിയാവത്തില്ല. അതേപോലെ കോംപ്ലക്സ് ആയിട്ടുള്ള സെൻസേഴ്സ് അല്ലെങ്കിൽ ഒരുപാട് സെൻസർ ഡാറ്റാസ് എല്ലാം ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിന് പറ്റത്തില്ല. അടുത്തത്, അതിൻ്റെ കൂടെ കണക്ട് ചെയ്തിരിക്കുന്ന കമ്പ്യൂട്ടേഴ്സിനെ കൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന വാൽ ലാംഗ്വേജിന് അങ്ങനെ കഴിവില്ലായിരുന്നു. പിന്നെ ഇറ്റ് ഈസ് ഇൻകേപ്പബിൾ ഓഫ് ഫ്യൂച്ചർ എൻഹാൻസ്മെൻറ്റ്സ് ഇൻ എ ബിഗ് വേ. ഒരുപാട് നമുക്ക് ആ ലാംഗ്വേജസിൽ വ്യത്യാസങ്ങൾ കൊണ്ടുവരാൻ പറ്റില്ലായിരുന്നു. വാൽ ലാംഗ്വേജ് ഇസ് സംതിങ് ലൈക്ക് ദാറ്റ്. ഈവൻ ദോ നമ്മുടെ സിലബസിനകത്ത് നമ്മൾ വാൽ ലാംഗ്വേജ് ആണ് പഠിക്കുന്നത്, അത് പഠിക്കുന്നതിൻ്റെ ഉദ്ദേശം വാൽ ലാംഗ്വേജ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അറിയാനല്ല, ഏതൊക്കെ ടൈപ്പ് ഓഫ് കമാൻഡ്സ് ആണ് വരുന്നത് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നമ്മുടെ സിലബസിനകത്ത് വാൽ ലാംഗ്വേജ് പഠിക്കുന്നത്. അല്ലെങ്കിൽ സീരിയസ് ആയിട്ട് നമുക്ക് റോബോട്ട് പ്രോഗ്രാമിംഗ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ ഇട്ടൊരു വീഡിയോ മാതിരി സി ലാംഗ്വേജ് അറിഞ്ഞിരിക്കണം, അല്ലെങ്കിൽ പൈത്തൺ ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് ലാംഗ്വേജസ് ടു ലേൺ. ഇപ്പോൾ പൈത്തൺ on Raspberry Pi will give you a very good control. Okay. Second generation languages, അതിനേക്കാളും ഫസ്റ്റ് ജനറേഷൻ ലാംഗ്വേജസിൻ്റെ ഒരു ഇമ്പ്രൂവ്മെൻ്റ് ആയിരുന്നു. അത് ഞാൻ ഈ മെയിലിൽ എഴുതിയിരിക്കുന്ന ലിമിറ്റേഷൻസിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് എഴുതിയിരിക്കുന്ന ലാംഗ്വേജസ് ആണ് സെക്കൻഡ് ജനറേഷൻ ലാംഗ്വേജസ്. ബേസിക്കലി ദേ ആർ സ്ട്രക്ചേർഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ്. ഓക്കെ, ആൻഡ് ദേ ആർ സിമിലർ ടു ലൈക്ക് കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ലൈക്ക് C. Okay, I am not going to take into Python because Python is slightly object-oriented programming. Okay, but basic C program will come into this second generation, or you can even say Val 2. Okay, so കുറച്ചും കൂടി കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഏതൊക്കെയാണ്? സം ഓഫ് ദ സെക്കൻഡ് ജനറേഷൻസ് ആർ AML or Rail, which is based on Pascal. Pascal, if you all don't know, is one of the programming languages that was there very, very long back. ഇപ്പോഴൊന്നും ആരും പാസ്കൽ പഠിക്കാറില്ല. Then we are having MCL and Val 2. Okay. What are the features of this? One is motion control, complex motions we can generate using the second generation languages. Then advanced sensor capabilities. Simple ആയിട്ടുള്ള
ഇത് മാത്രമല്ല, ബൈനറി ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ള ഓൺ ഓഫ് സിഗ്നലിംഗ് സെൻസേഴ്സിനെയും നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്, കൺട്രോൾ ഡിവൈസസ് ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സെൻസർ യൂസ് ചെയ്തിട്ട്, അതായത് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കളർ, ഒബ്ജക്റ്റിൻ്റെ കളർ റെഡ് ആണോ അല്ലയോ അത് വെച്ചിട്ട് അടുത്ത കമാൻഡിലേക്ക് പോകാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അഡ്വാൻസ്ഡ് ബേസിക് സെൻസർ കേപ്പബിലിറ്റീസിനേക്കാൾ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സെൻസർ കേപ്പബിലിറ്റീസ് ഉണ്ടായിരുന്നു. പിന്നെ ലിമിറ്റഡ് ഇൻ്റലിജൻസ് മീൻസ് ഇറ്റ്സ് നോട്ട് ബീയിങ് റിട്ടൺ ഹിയർ ആസ് എ ഡ്രോബാക്ക്. ലിമിറ്റഡ് ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞാൽ ചെറുതായിട്ട് അതിന് ബുദ്ധി ഉണ്ടായിരുന്നു. എന്ത് ബുദ്ധി? അതിന് സ്വന്തമായിട്ട് അതിൻ്റെ എന്തെങ്കിലും ഒരു മാൽ ഫങ്ഷൻ നടക്കുകയാണെങ്കിൽ ഇറ്റ് ക്യാൻ ഡു ആൻ എറർ റിക്കവറി. സോ ബേസിക് ആയിട്ടുള്ള ചെറിയൊരു ഇൻ്റലിജൻസ് ഈ ലാംഗ്വേജസിന് ഉണ്ടായിരുന്നു. ദെൻ data processing and communication with other computers or other robotic systems, that is the capability that was enhanced in a big way in this second generation robot languages. Okay, then extensibility, which was not there in the first generation. Second generation extensibility, ഫ്യൂച്ചറിൽ നമ്മൾ കുറേ സെൻസിങ് ഡിവൈസസ് ഒക്കെ അതിനകത്ത് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ പ്രോഗ്രാമിനകത്ത് അതിനെ കൊണ്ട് വർക്ക് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന രീതിയിലുള്ള പ്രോഗ്രാമുകളാണ് ബേസിക്കലി സെക്കൻഡ് ജനറേഷൻ്റെ റോബോട്ടിക് ലാംഗ്വേജസിൽ ഇൻക്ലൂഡ് ചെയ്തിരുന്നത്. സോ ദാറ്റ് ഈസ് ദ ഫിഫ്ത്ത് പോയിന്റ്, ദാറ്റ് ഈസ് എക്സ്റ്റെൻസിബിലിറ്റി. വാട്ട് ഈസ് ദ ഫ്യൂച്ചർ ജനറേഷൻ? ഫ്യൂച്ചർ ജനറേഷനകത്ത് ദിസ് വേർഡ് കോൾഡ് ആസ് വേൾഡ് മോഡലിംഗ് ലാംഗ്വേജ്. വേൾഡ് മോഡലിംഗ് മീൻസ് അതിൻ്റെ ചുറ്റുമുള്ള വർക്ക് സ്പേസിനെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു ലാംഗ്വേജാണ്. സംതിങ് ലൈക്ക് എ സിമുലേഷൻ സോഫ്റ്റ്വെയർ, വിച്ച് ഹാസ് എ 3D image of the robot and then its workspace. Okay, plus object oriented languages. Object oriented language എന്ന് പറഞ്ഞാൽ നമുക്കറിയാം oops ബേസ് ചെയ്തിട്ടുള്ള ലാംഗ്വേജ് ജാവയുണ്ട്, പൈത്തൺ ഉണ്ട്. So all these can be used. Now actually they are being used, but as I said, നമ്മൾ ബുക്കിനകത്തുനിന്ന് വായിക്കുമ്പോഴത്തേക്ക് ഫ്യൂച്ചർ ജനറേഷൻ എഴുതിയിരിക്കുന്നത് നമ്മളിപ്പോൾ ഫ്യൂച്ചർ ജനറേഷനിലാണ്. ദെൻ ഓൾസോ കമ്പ്യൂട്ടിംഗ് കേപ്പബിലിറ്റി കൂടുതലാണ്. മെഷീൻ ലാംഗ്വേജ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, അതാണ് ഞാനിവിടെ AI എന്ന് എഴുതിയിരിക്കുന്നത്. AI കേപ്പബിൾ ഓർ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കേപ്പബിൾ ആയിട്ടുള്ള ലാംഗ്വേജസ് ആണ്. ഓക്കെ, സോ the concept of this world modeling language is that the robot possesses knowledge of the 3D model of its workspace, and by inputting data into its control memory or by providing it with the capacity to see the work environment, that means ഒരു ക്യാമറ ഒക്കെ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് കറക്റ്റായിട്ട് എന്താ നടക്കുന്നതെന്ന് മനസ്സിലാക്കി എടുക്കാൻ വേണ്ടി പറ്റും. So thus the robot knows the desired location without being taught each point by the teach pendant. ടീച്ച് പെൻഡൻറ്റ് യൂസ് ചെയ്തിട്ട് ഓരോരോ പോയിന്റ് പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. അതിന് ഈ 3D എൻവയൺമെൻറ്റ് മനസ്സിലാക്കി കഴിയുമ്പോഴത്തേക്ക് ഇറ്റ് ഈസ് ഏബിൾ ടു സെൽഫ് പ്രോഗ്രാം. ഓക്കെ, അത് AI capability. So these are the future generation languages which actually right nowadays we are using.